8 രക്ഷപ്പെടണമെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്ക്. എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുക? എത്ര നേരം കൊണ്ടൊന്നും വിളിക്കുന്നില്ല, ഇപ്പഴാ വിളിച്ചേ. ഇപ്പഴാ വിളിച്ച, പക്ഷെ ഞാൻ എത്ര നേരം കൊണ്ട് ഇവിടെ നിക്കുവാന്നറിയോ? എന്താ ഇത്ര ഒരുക്കം കല്യാണത്തിന് പോണ? പിന്നെ എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് മെനയായിട്ട് പോകണ്ടേ? ഭാര്യ വലിച്ചിട്ടോണ്ട് പോകാൻ പറ്റുമോ? அப்படின்னா அம்மா கொஞ்சம் பூ தரட்டா? പൂ തന്നെ അങ്ങ് വെച്ചോണ്ടാ മതി. ആന്റി, ഞങ്ങള് പോയിട്ട് വരാം. എടാ കൊച്ചിനെ നോക്കിക്കോളാം കേട്ടാ. പോവാ നടക്ക്. പോണ വഴിക്ക് കഴിക്കാൻ ഈന്തപ്പഴം വല്ലതും വേണം. ഓർമ്മത്ത് കൈ പിടിക്കാം. വല്ല ഷുഗറൊക്കെ കുറഞ്ഞ് വീണാലാ. ബാ, ഞാൻ ചുമ്മാ ഫോർമാലിറ്റിക്ക് ചോദിച്ചത്. അങ്ങനെ അവസാനം തൂക്കി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഇല്ല, ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞേ. അവരെന്തൊക്കെയൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അവരവിടെ നിന്ന് തിരിച്ച് വന്നോണ്ടിരിക്കും. നല്ല മാറ്റി കൊണ്ട് പറഞ്ഞാ അതിനിപ്പോ എന്താവാ? ഞാൻ അവിടെ ഉണ്ട്. എന്തേ അനിയനെ വിളിച്ചായിരുന്നു എന്നാ? ഇവിടെ താൻ എന്തിനാണ് ഇപ്പൊ അത് ചോദിക്കണേ? ഇപ്പൊ അവളുടെ പേരൂടെ പറയേണ്ട കാര്യം എന്തിനാണ്? അത് രണ്ടാമത്തെ കാര്യം. അലീനയുടെ പേര് താൻ എന്തിനാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്? എടോ, വിളിച്ചോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഒന്ന്. അതാണ് ഒന്നാമത്തെ കാര്യം ഒന്ന്. എടേ, താൻ വലിയ കഷ്ടമായില്ല. എടോ, ഞാൻ പറയണ താൻ കേള്. ഹലോ ചേട്ടാ, ചേട്ടനെ കൊണ്ട് നടക്കൂ. എന്തോന്ന്? ഈ രണ്ടുപേരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതേ. രണ്ടുപേരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നാ നിന്റെ അടുത്ത് ആടെ ഇതൊക്കെ പറഞ്ഞേ? നമുക്കറിഞ്ഞൂടെ ഇതെല്ലാം? നമുക്കറിഞ്ഞൂടെ ഇല്ല. ഇത്രയൊക്കെ പറയാറായി പോയാ നീ എന്തേ? ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയോ? ഇത്ര നേരിട്ട് ചോദിച്ചോണ്ടിരിക്കല്ലേ, ചോയി. ചേട്ടാ, ചേട്ടൻ മെർലിൻ ചേച്ചിയാണോ ഇഷ്ടം അതോ അലീന ചേച്ചിയാണോ ഇഷ്ടം? എന്തൊരു ചോദ്യം കൊച്ചേ, എനക്കറിഞ്ഞൂടെ? ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത് മെർലിനെയാണ്. ചേട്ടാ, എന്തോ ഒരു ചായ അലീന ചേച്ചി എടുത്തുള്ളത് പോലെ. എന്തോ ഒരു ചായ അലീന ചേച്ചി എടുത്തുള്ള പോലെ? ഡേ, നീ ഇത് എവിടെ തന്നെ പഠിക്കുന്നേ? ചേട്ടന്റെ അല്ലേ അനിയത്തി? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചേട്ടന്റെ അല്ലേ അനിയത്തി കഴിഞ്ഞ്. മൂമ്മൻ ചേച്ചി വന്ന എന്തായി? പോയിട്ട് എന്താവാൻ? നമുക്ക് അങ്ങോട്ടിരിക്കാടാ. അമ്മമ്മ, നമുക്ക് അകത്തോട്ട് പോവാം. വേണ്ട, ഇവിടെ ആവുമ്പോ നല്ല കാറ്റുണ്ട്. എങ്ങനെ നടന്ന ഞാനാ? എന്തോ പറയാനാ? ആശുപത്രി ചെന്നിട്ട് അവർ എക്സ്റേ എടുക്കണം, പിന്നെ സ്കാൻ ചെയ്യണം, പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യണം. പിന്നെ വേണ്ട, ഓക്കെ, ഉള്ള ചോര മൊത്തം കുത്തിയെടുത്തു. ഇപ്പൊ പോയത് നന്നായില്ലേ? അതുകൊണ്ട് BP ഇല്ല, ഷുഗർ ഇല്ല, അതൊക്കെ നോർമലാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് പ്രശ്നം? ഇച്ചിരി ചോര കുറവുണ്ടെന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അമ്മുമ്മയ്ക്കാ? പിന്നെ എനിക്കാ. അമ്മുമ്മയുടെ ഓട്ടം ചാട്ടമൊക്കെ ഉണ്ടല്ലേ, ബ്ലഡ് കുറവാന്ന് തോന്നത്തില്ല. എന്തായാലും നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോണ്ടാ വന്നെ. ഫ്രൂട്ട്സാ? നിനക്കുള്ളതല്ല, അമ്മൂമ്മയ്ക്കുള്ളതാ. ഓ ശരി. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമല്ല, അമ്മൂമ്മ ഈടായിട്ട് മീനൊന്നും കഴിക്കണില്ലല്ലോ. വലിയ മീനൊന്നും കഴിക്കണ്ട, ചെറുത് വല്ല മത്തിയ, വല്ല നത്തോലിയാ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ അമ്മൂമ്മയ്ക്ക് കഴിക്കാലോ. எங்கிட்ட கொஞ்சம் சீட்ஸ் இருக்கு. சியா சீட்ஸ், சன்ஃப்ளவர் சீட்ஸ், போமக்ரானேட் எல்லாமே இருக்கு. அதெல்லாம் மிக்ஸ் பண்ணி நம்ம பால்ல கொடுத்தா உடம்புக்கு ரொம்ப நல்லது தானே? ഉടമ്പൊക്കെ ரொம்ப നല്ലത്. അതൊക്കെ എവിടെ ഇരിക്കുന്നു? என்னோட பேக்ல. ആ ബാഗ് എവിടെയാന്ന് മാത്രം പറയരുത്. ആ സാധനമൊക്കെ പിന്നെ ആവിയായി പോകും, ആന്റിക്കൊന്നും കിട്ടൂല. അമ്മൂമ്മേ, എന്തു പറ്റി? വയ്യാത്തോണ്ടല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതല്ല, പിന്നെ ഇപ്പൊ എന്താ പറ്റിയ? വയ്യാണ്ടായോന്ന് വീണ്ടും? വയ്യേ? ആശുപത്രിയിൽ പോയിട്ട് വന്നതിന് ശേഷം എന്തോ പോലെയാ. പിടിച്ചേ. അല്ലെങ്കിൽ വേണ്ട. ഞാനേ എന്നാ പിന്നെ കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടെടുക്കട്ടെ? அப்படின்னா நான் கஞ்சி எடுக்கிறேன். കഞ്ചി പിന്നെ കൊടുക്കാൻ്റെ. ഈ ഭക്ഷണത്തിന് മുന്നേ കുറച്ച് മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുക്കാം. അമ്മൂമ്മ മരുന്ന് കഴിക്കൂല? അമ്മൂമ്മ മരുന്ന് കഴിക്കില്ലെന്ന് ആര് പറഞ്ഞു? ലച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ മരുന്ന് കഴിക്കും. ഇല്ലേ അമ്മൂമ്മ? എന്നാ പിന്നെ നമുക്ക് കുറച്ച് നേരം അകത്ത് കിടക്കാം. വിടടാ. എന്റെ അമ്മൂമ്മനെ കൊണ്ടുപോകാൻ എനിക്കറിയാം. വിട്ട് പാറു വിട്ടേ, ഞാൻ കൊണ്ടുപോയിക്കോളാം. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആശുപത്രിയിൽ ഞാനല്ലേ കൊണ്ടുപോയി. വിട്. അമ്മൂമ്മ, പിന്നെ ഒരു കാര്യം,
2 ദിവസത്തേക്ക് അടുക്കളയുടെ പരിസരത്ത് കണ്ടുപോകരുത്. ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. ഓക്കെ? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.